ഇന്ദ്രസഭയെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് ഗന്ധർവന്മാരുടെയും മുനിമാരുടെയും കൂടെ രാജാക്കന്മാരിൽ ഹരിചന്ദ്രൻ മാത്രം ദേവേന്ദ്രസഭയിൽ പാർക്കുന്നതായി യുധിഷ്ഠിരനോട് നാരദൻ പറഞ്ഞു. എന്തു കർമ്മം ചെയ്തിട്ടാണ് ഹരിചന്ദ്രന് ഈ സ്ഥാനം കിട്ടിയതെന്ന് യുധിഷ്ഠിരൻ നാരദനോട് ചോദിച്ചു. യുധിഷ്ഠിരന്റെ സഭയിലെത്തിയ നാരദൻ ദേവലോകത്തെ സഭകളെ പറ്റിയെല്ലാം വർണ്ണിച്ചു കേൾപ്പിച്ചു. ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന തനിക്ക് മർത്യലോകത്തിൽ യുധിഷ്ഠിരന്റെ സഭയേക്കാൾ മനോഹരമായ സഭ എവിടെയും കാണുവാൻ കഴിഞ്ഞില്ല എന്നും നാരദൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. യമസഭയിൽ മിക്ക രാജാക്കന്മാരും വാഴുന്നതായി പറഞ്ഞു. ബ്രഹ്മസഭയിൽ മുനിമാരെ കണ്ടതായി പറഞ്ഞു. വരുണസഭയിലാകട്ടെ നാഗങ്ങളും ദൈത്യേന്ദ്രന്മാരും സാഗരങ്ങളും വസിക്കുന്നതായി പറഞ്ഞു. വിത്തേശന്റെ സഭയിൽ ഗുഹ്യകന്മാരെ കണ്ടതായി പറഞ്ഞു. ഇന്ദ്രസഭയെക്കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് ഗന്ധർവന്മാരുടെയും മുനിമാരുടെയും കൂടെ രാജാക്കന്മാരിൽ ഹരിചന്ദ്രൻ മാത്രം ദേവേന്ദ്രസഭയിൽ പാർക്കുന്നതായി യുധിഷ്ഠിരനോട് നാരദൻ പറഞ്ഞു. എന്തു കർമ്മം ചെയ്തിട്ടാണ് ഹരിചന്ദ്രന് ഈ സ്ഥാനം കിട്ടിയതെന്ന് യുധിഷ്ഠിരൻ നാരദനോട് ചോദിച്ചു. ബലവാനായ ഹരിചന്ദ്ര രാജാവ് സർവ്വസാമ്രാജ്യത്തെയും വിജയിച്ചു. ഹരിചന്ദ്രൻ ഒറ്റയ്ക്ക് ജൈത്രരഥത്തിൽ ശസ്ത്രപ്രതാപം കൊണ്ട് സപ്തദ്വീപുകളും ജയിച്ചു. കാടും മേടും പുഴകളും കൂടുന്ന പാരൊക്കെ ഹരിചന്ദ്രൻ ജയിച്ചു. അങ്ങനെ ഹരിചന്ദ്രൻ രാജസൂയ മഹാമഖം നിശ്ചയിച്ചു. ഹരിചന്ദ്രന്റെ കൽപ്പനപ്രകാരം ധാരാളം ധനധാന്യങ്ങൾ രാജാക്കന്മാർ നൽകി. യജ്ഞത്തിൽ വിപ്രശുശ്രൂഷയ്ക്ക് അവർ എല്ലാവരും നിന്നു. യാചകന്മാർക്ക് അവർ പറഞ്ഞതിലും 5 ഇരട്ടി ദ്രവ്യങ്ങൾ നൽകി. നാനാദിക്കുകളിൽ നിന്നും യജ്ഞത്തിൽ പങ്കെടുക്കുവാൻ എത്തിയവർക്കെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ പല ഭക്ഷ്യഭോജ്യങ്ങളും ഇഷ്ടം പോലെ നൽകി. പാരിതോഷികങ്ങൾ സ്വീകരിച്ച് വന്നവരെല്ലാം ഹരിചന്ദ്ര രാജാവ് മറ്റു രാജാക്കന്മാരെക്കാൾ യശസ്വിയും തേജസ്വിയുമാണെന്ന് പുകഴ്ത്തി. മഹായജ്ഞം കഴിച്ച് പ്രതാപവാനായ ഹരിചന്ദ്ര രാജാവ് സാമ്രാട്ടായി. മറ്റേതു രാജാക്കന്മാർ രാജസൂയം കഴിച്ചുവോ അവരെല്ലാം ഇന്ദ്രനോടൊന്നിച്ച് ഇന്ദ്രസഭയിൽ പാർക്കുന്നു. പോരിൽ പിന്തിരിയാതെ പോരാടി മരിച്ച നരവീരന്മാരും തീവ്രമായ തപം കൊണ്ട് ദേഹം വെടിഞ്ഞവരും ഇന്ദ്രസഭയിൽ സന്തോഷപൂർവ്വം ഇരിക്കും. ഹരിചന്ദ്ര രാജാവിന്റെ ഈ സൗഭാഗ്യം കണ്ട പാണ്ഡുരാജാവ് മർത്യലോകത്ത് പാരിടം മുഴുവൻ ജയിക്കുവാൻ കെൽപ്പുള്ള യുധിഷ്ഠിരനോട് രാജസൂയ മഹായാഗം ചെയ്യുവാൻ താൻ പറഞ്ഞതായി പറയുവാൻ ദേവലോകത്തു നിന്ന് മർത്യലോകത്തേക്ക് വരുന്ന നാരദനോട് പാണ്ഡു പറഞ്ഞു. യുധിഷ്ഠിരൻ രാജസൂയ മഹായാഗം ചെയ്യുകയാണെങ്കിൽ ഹരിചന്ദ്രനെ പോലെ ഇന്ദ്രസഭയിൽ തനിക്കും ഒട്ടേറെ കാലം വസിക്കാമെന്നും പാണ്ഡു നാരദനോട് യുധിഷ്ഠിരനോടുള്ള സന്ദേശമായി പറഞ്ഞു. പാണ്ഡുവിന്റെ ആഗ്രഹം സഫലമാക്കി കൊടുക്കുകയാണെങ്കിൽ പൂർവികന്മാരോടുകൂടി യുധിഷ്ഠിരനും ഇന്ദ്രസഭയിൽ വസിക്കാമെന്നും നാരദൻ പറഞ്ഞു. എന്നാൽ രാജസൂയം നടത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. യജ്ഞത്തെ തടസ്സപ്പെടുത്തുവാൻ രാക്ഷസന്മാർ ശ്രമിക്കും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം യഥോചിതം നടത്തുവാൻ ഉപദേശിച്ച് യുധിഷ്ഠിരനോട് യാത്ര പറഞ്ഞ് നാരദൻ ദ്വാരകയിലേക്ക് പോയി. നാരദൻ പോയ ശേഷം ഹരിചന്ദ്ര രാജാവിന്റെ വാഴ്ചാകാലത്തെക്കുറിച്ചും രാജസൂയം നടത്തുന്നതിനെ പറ്റിയും ചിന്തിച്ച് യുധിഷ്ഠിരൻ അസ്വസ്ഥനായി. യാജ്വാക്കൾ പുണ്യകർമ്മത്താൽ എത്തിച്ചേരുന്ന ദേവലോകങ്ങളെ പറ്റി ചിന്തിച്ച് അവസാനം രാജസൂയം നടത്തുവാൻ തന്നെ യുധിഷ്ഠിരൻ തീരുമാനിച്ചു. സർവ്വജനങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്ത് സാധുധർമ്മമാണ് ധർമ്മമെന്നു ചിന്തിച്ച് പ്രവർത്തിച്ചപ്പോൾ ജനങ്ങൾ പാണ്ഡുവിനെ പോലെ തന്നെ യുധിഷ്ഠിരനെയും കണ്ടു. ആരും ശത്രുക്കളില്ലാതിരുന്ന രാജാവിന് അജാതശത്രു എന്ന പേർ വന്നു. ഭീമന്റെ പാലനത്താലും അർജുനന്റെ ശത്രു നിഗ്രഹത്താലും ബുദ്ധിമാനായ സഹദേവന്റെ ധർമ്മവാക്കുകളാലും നകുലന്റെ വിനയം മൂലവും യുധിഷ്ഠിരൻ സ്വകർമ്മം പേടികൂടാതെ നടത്തി. വൃദ്ധർക്കുള്ള പെൻഷൻ, ഗോരക്ഷ, കൃഷി, വാണിഭം ഇവയെല്ലാം തുല്യമായി വർദ്ധിപ്പിച്ചു. നിർബന്ധിച്ചുള്ള കരം പിരിവ്, ദുർവ്യാധി, അഗ്നിബാധ ഇവയൊന്നും യുധിഷ്ഠിരൻ രാജാവായതിനു ശേഷം ഉണ്ടായില്ല. ഋത്വിക്കുകളോടും ഋഷിമാരോടും മന്ത്രിമാരോടും കൂടിയാലോചിച്ച് മഹത്തായ രാജസൂയം നടത്താമെന്ന് വിചാരിച്ച് കൃഷ്ണനുമായി കൂടിയാലോചിക്കുവാൻ തീരുമാനിച്ചു. വേഗത്തിൽ പായുന്ന തേരിൽ ഒരു ദൂതനെ യുധിഷ്ഠിരൻ ദ്വാരകയിലേക്ക് അയച്ചു. പാർത്ഥൻ കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ കൃഷ്ണൻ ഇന്ദ്രസേനോടു കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടു. ദ്വാരകയിൽ നിന്നും ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ കൃഷ്ണനെ യുധിഷ്ഠിരൻ സസന്തോഷം ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. പിതാവിനെ പോലെ ഭീമൻ കൃഷ്ണനെ പൂജിച്ചു. പിന്നീട് കൃഷ്ണൻ അച്ഛൻ പെങ്ങളായ കുന്തിയെ പോയി കണ്ടു.
തന്റെ ഇഷ്ടസഖാവായ അർജുനനോട് കൂടി കുശലം പറഞ്ഞിരിക്കെ നകുല സഹദേവന്മാർ ഗുരുവിനെ പോലെ കൃഷ്ണനെ പൂജിച്ചു. പിന്നെ വിശ്രമിക്കുന്ന കൃഷ്ണന്റെ അടുത്ത് ചെന്ന് യുധിഷ്ഠിരൻ തന്റെ ആഗ്രഹം ഉണർത്തിച്ചു. തനിക്ക് രാജസൂയം നടത്തുവാൻ ആഗ്രഹമുണ്ടെന്നും കാമക്രോധങ്ങളെ ജയിച്ച് കൃഷ്ണൻ തന്നെ അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകണമെന്നും യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറഞ്ഞു. രാജസൂയം നടത്തുവാൻ മറ്റാരേക്കാളും യുധിഷ്ഠിരൻ യോഗ്യനാണെന്ന് പറഞ്ഞ കൃഷ്ണൻ ക്ഷത്രിയകുലത്തെപ്പറ്റിയും രാജസൂയം നടത്തുന്നതിനു മുമ്പ് ജരാസന്ധൻ എന്ന രാജാവിനെ കൊല്ലണമെന്നും പറഞ്ഞു. പരശുരാമൻ കൊന്നൊടുക്കിയ ശേഷം അവശേഷിച്ച ക്ഷത്രിയർക്ക് താഴ്വഴിക്കാരാണ് ക്ഷത്രിയർ എന്ന പേരിൽ അറിയപ്പെടുന്നവരൊക്കെ. ക്ഷത്രിയരുടെ കുലകൂടസ്ഥന്മാർ എന്നറിയപ്പെടുന്ന ഐളന്റെയും ഇക്ഷ്വാകുവിന്റെയും വംശക്കാരായി 100 കുലം ഉണ്ടാകും. യയാതിയിൽ നിന്നും വർദ്ധിച്ച ഭോജവംശം 4 ദിക്കിലും പടർന്നു കിടക്കുന്നു. എന്നാൽ ജരാസന്ധൻ എന്ന രാജാവ് പ്രഭുത്വം തലയിൽ കയറി ആ കുലത്തിന്റെ ഐശ്വര്യം മുഴുവനും അടക്കി ഭരിക്കുകയാണ്. ജരാസന്ധ രാജാവിനെ ശിഷ്യൻ ഗുരുവിനെ എന്ന പോലെ ശിശുപാലൻ എന്ന രാജാവ് ഉപാസിക്കുന്നു. മായായുദ്ധ വിദഗ്ധനായ കാരൂഷ രാജാവ് ജരാസന്ധന്റെ ആശ്രിതനാണ്. പടിഞ്ഞാറ് യവന രാജാവായ ഭഗദത്തൻ ജരാസന്ധന്റെ വശത്താണ്. തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾക്ക് അധിപനായ പുരുജിത്ത് എന്ന രാജാവ് യുധിഷ്ഠിരന്റെ അമ്മാവനാണെന്നും അദ്ദേഹത്തിന് മാത്രമാണ് യുധിഷ്ഠിരനോട് അല്പമെങ്കിലും സ്നേഹമുള്ളൂ എന്നും കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ജരാസന്ധനെ ഭയപ്പെട്ട് ഭോജവംശത്തിലെ 18 രാജാക്കന്മാരും മറ്റിടങ്ങളിലേക്ക് ഓടിപ്പോയി. കംസനാകട്ടെ ജരാസന്ധന്റെ പുത്രിമാരായ അസ്ഥിയെയും പ്രാപ്തിയെയും വിവാഹം കഴിച്ചു. ബലരാമനും കൃഷ്ണനും ചേർന്ന് കംസനെ വധിച്ചതിനു ശേഷം ജരാസന്ധൻ മകളുടെ ദുഃഖമോർത്ത് യാദവരോട് പോരിനിറങ്ങി. 300 കൊല്ലം കൊന്നാലും ഒടുങ്ങാത്ത പടയുള്ള ജരാസന്ധനെ വധിക്കുവാൻ 3 ലോകത്തിനും കഴിയില്ല എന്നതുകൊണ്ട് ശക്തിയും സാമർഥ്യവും ഉണ്ടായിട്ടും ജരാസന്ധ ഭയത്താൽ യാദവന്മാർ എല്ലാവരും ഉള്ള സമ്പത്തെല്ലാം എടുത്ത് പടിഞ്ഞാറൻ ദിക്കിലുള്ള രൈവതക പർവ്വതത്താൽ ചുറ്റപ്പെട്ട കുശസ്ഥലി എന്ന പട്ടണത്തിൽ താമസമാക്കിയതായും കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. ജരാസന്ധൻ മഹാദേവനെ തപസ്സു ചെയ്ത് പല രാജാക്കന്മാരെയും ജയിച്ചു. ജരാസന്ധൻ 100 രാജാക്കന്മാരെ മഹാദേവന് ബലി നൽകുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 86 രാജാക്കന്മാരെ ബന്ധനസ്ഥനാക്കി. യുധിഷ്ഠിരൻ രാജസൂയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ജരാസന്ധനെ വധിച്ച് ജരാസന്ധനാൽ ബന്ധനസ്ഥനാക്കപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ജരാസന്ധനെ കൊല്ലുവാനുള്ള ഉപായം ആലോചിക്കണമെന്നും ജരാസന്ധനെ വധിക്കുന്നവൻ ക്ഷത്രിയരുടെ എല്ലാം സാമ്രാട്ടാവുകയും ചെയ്യുമെന്നും കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. മടിവിട്ടാൽ ഉത്സാഹമുണ്ടെങ്കിൽ ഏതു ശക്തനായ വൈരിയെയും ഏത് ദുർബലനും നല്ല നീതി പ്രയോഗിച്ച് ജയിക്കുവാൻ കഴിയുമെന്നായിരുന്നു കൃഷ്ണന്റെയും യുധിഷ്ഠിരന്റെയും സംഭാഷണം കേട്ടുനിന്ന ഭീമന്റെ അഭിപ്രായം. എത്ര ബലവാനായാലും അശ്രദ്ധ മൂലമുള്ള തെറ്റുകൊണ്ട് പരാജയം സംഭവിക്കാം എന്ന് അർജുനനും പറഞ്ഞു. അതുകൊണ്ട് സ്വയം ശക്തനാണെന്ന് അഹങ്കരിക്കുന്ന ജരാസന്ധനെ വധിക്കുവാൻ ഭീമനു കഴിയും എന്ന് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു. പിന്നീട് കൃഷ്ണൻ ബൃഹദ്രഥപുത്രനായ ജരാസന്ധന്റെ ചലനത്തെക്കുറിച്ചും യാദവരുമായി യുദ്ധം നടന്നതിനെക്കുറിച്ചുമെല്ലാം യുധിഷ്ഠിരനോടും മറ്റുള്ളവരോടും പറഞ്ഞു. അങ്ങനെ കൃഷ്ണനോടുകൂടി പാർത്ഥർ മഗധത്തിലെത്തി. കാർത്തിക മാസം 1-ാം തീയതി മുതൽ ഭക്ഷണം കഴിക്കുവാൻ കൂടി നിർത്താതെ പോരാടി 14-ാം ദിവസം ഭീമൻ കൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജരാസന്ധനെ വധിച്ചു. കൃഷ്ണൻ ഭീമാർജുനന്മാരെ കൂട്ടിപ്പോയി ജരാസന്ധൻ ബന്ധനസ്ഥരാക്കിയ രാജാക്കന്മാരെ മോചിപ്പിച്ചു. പിന്നെ എല്ലാവരും തിരിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി.